മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയിലാണ് നമ്മളിൽ പലരും. അല്പനേരം ഫോൺ നോക്കിയിരുന്നില്ലെങ്കിൽ എന്തോ വലിയ കാര്യം നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ്. എന്നാൽ ഈ കിടപ്പിലും ഇരിപ്പിലുമുള്ള തുടർച്ചയായ ഫോൺ ഉപയോഗം എത്രത്തോളം അപകടകരമാണെന്നറിയാമോ? പ്രശസ്ത നടി ഷക്കീലയ്ക്ക് സംഭവിച്ചത് അത്തരമൊരു അനുഭവമാണ്. മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചതിനെ തുടർന്ന് കഴുത്തിലെ ഞരമ്പുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരിക്കുകയാണ് നടി ഷക്കീല. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ നടി തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ദുരനുഭവം ആരാധകരുമായി പങ്കുവച്ചത്. ഏകദേശം 3 ലക്ഷം രൂപയോളമാണ് ഈ ശസ്ത്രക്രിയയ്ക്കായി ചിലവായത്. കിടക്കയിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്ന് തുടർച്ചയായി 4 മണിക്കൂറുകളോളം ഗെയിം കളിക്കുന്ന സ്വഭാവം തനിക്ക് ഉണ്ടായിരുന്നുവെന്നാണ് ഷക്കീല പറയുന്നത്. ചായ കുടിക്കാൻ മാത്രമാണ് എഴുന്നേറ്റിരുന്നത്. അതിനുശേഷം വീണ്ടും ഫോൺ ഗെയിമുകളിലേക്കും ഇൻസ്റ്റഗ്രാം റീലുകളിലേക്കും വീഴും. തെറ്റായ രീതിയിലിരുന്ന് ദീർഘനേരം ഫോൺ ഉപയോഗിച്ചതാണ് കഴുത്തിലെ പ്രധാന ഞരമ്പുകളെ ബാധിച്ചതും ഒടുവിൽ സർജറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. നിലവിൽ കഴുത്തിന് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ഷക്കീലയ്ക്ക് എഴുന്നേൽക്കാനും ഭക്ഷണം കഴിക്കാനും പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. തനിക്ക് പറ്റിയ തെറ്റിൽ നിന്ന് എല്ലാവരും പാഠം ഉൾക്കൊള്ളണമെന്നാണ് ഷക്കീല പറയുന്നത്. ഫോൺ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. അനാവശ്യ വീഡിയോകൾ കണ്ട് സമയം കളയരുത്. അല്ലാത്ത പക്ഷം വലിയ ആശുപത്രി ചെലവും സഹിക്കാനാവാത്ത വേദനയുമായിരിക്കും ഫലം എന്നവർ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകരുതെന്നും മാതാപിതാക്കളോട് ഷക്കീല അഭ്യർത്ഥിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ സ്വദേശിയായ ഷക്കീല 2000-ൽ പുറത്തിറങ്ങിയ കിന്നാരത്തുമ്പികൾ എന്ന ചിത്രത്തിലൂടെയാണ് തെന്നിന്ത്യ ഒട്ടാകെ തരംഗമായി മാറിയത്. പിന്നീട് മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ, പൃഥ്വിരാജിന്റെ തേജാബായി ആൻഡ് ഫാമിലി തുടങ്ങി നിരവധി വൻകിട സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. എന്തായാലും ഷക്കീല പങ്കുവച്ച ഈ അനുഭവം നമുക്ക് മുൻപിൽ വലിയൊരു മുന്നറിയിപ്പാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കാം. തെറ്റായ രീതിയിലിരുന്ന് മണിക്കൂറുകളോളം റീലുകളും ഗെയിമുകളും കാണുന്ന ശീലം അവസാനിപ്പിക്കാം. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം.